വാസ്തവം പറഞ്ഞതിലുപരി അതൊക്കെ എൻ്റെ വിഷയമല്ല. എൻ്റെ കൂടെ ചേർന്നത് മുതൽ എൻ്റെ കൂട്ടുകാരിയായി, എൻ്റെ ചങ്കാരിയായി പ്രസാദ്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അടുത്ത് വന്നത്. മിണ്ടാതിരിക്കണം, ഇരിക്കില്ലയോ? അതിലുപരി ഞാൻ എടുത്തു പറയുന്നു, പ്രിയപ്പെട്ട മാനേജർ ശോഭന മേഡം, എന്നെ പോലെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ ഒരിടം നമ്മുടെ നാട്ടിൽ ചേർത്ത് പിടിച്ചു നിർത്തുവാൻ വാക്കുകൾ കൊണ്ട്, സ്നേഹം കൊണ്ട്, പല സഹായങ്ങൾ കൊണ്ട് വെളിപ്പുറത്ത് നിൽക്കുന്ന മേഡത്തിന് മുന്നിൽ തന്നെയാണ് ഏറ്റവും സ്നേഹം ഞാൻ അർപ്പിക്കുന്നത്. കാരണം ഈ വാക്കുകളിവിടെ മുഴങ്ങി നിൽക്കാൻ എന്നെ സഹായിക്കുന്നത് മേഡം ഈ ഒരു സ്ഥാപനം വാങ്ങിച്ചിട്ട് വെറുതെ ഇട്ട് പോകാം, മറ്റു പല കാര്യങ്ങൾ, ആ ലാഭം കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, അല്ലേ? വിദ്യാഭ്യാസം ആഭാസം കച്ചവടമാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ കുരുന്നുകൾക്ക് നല്ല ടീച്ചേഴ്സിനെ വെച്ച് നെഞ്ചിൽ കൈ ചേർത്ത് പറയുന്നു, മഹാത്മയിലെ അധ്യാപകർ നിങ്ങളുടെ കുരുന്നുകളോടൊപ്പമാണ്. ആടിയും പാടിയും ശാസിച്ചും പഠിപ്പിച്ചും അവരോടൊപ്പം അവരുടെ നന്മയിൽ അവരുടെ തിന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുവാൻ വളരെ വൈകിയാണെങ്കിലും എനിക്കും ഒരു അവസരം കിട്ടിയതിന് വളരെ 1 വർഷം ഞാനിവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു എന്ന്. ഇപ്പോഴും ഒരു വാക്കുകൾ കൊണ്ട് പോലും പോറലേൽപ്പിക്കാതെ വിഷമങ്ങൾ വന്നാൽ, സന്തോഷങ്ങൾ വന്നാൽ അമ്മ എന്ന പോലെ നമ്മെ ചേർത്ത് നിർത്തുന്ന മേഡം, അതുപോലെ വേദിയിലിരിക്കുന്ന ശ്യാം സാർ, അതുപോലെ തന്നെ നമ്മുടെ HM സജിത ടീച്ചർ, വീഴ്ചകളിൽ, തളർച്ചകളിൽ, പോരായ്മകളിൽ പരസ്പരം പറഞ്ഞും കണ്ടും കേട്ടും നമ്മോടൊപ്പം നിൽക്കുന്നു. അതുപോലെ അധ്യാപകർ, ശ്രീകല ടീച്ചർ, സന്ധ്യ ടീച്ചർ, സവർണ ടീച്ചർ, അതുപോലെ പിന്നെ രഞ്ജിന ടീച്ചർ, മനോജ ടീച്ചർ, അസിസ്റ്റന്റ് HM മനോജ ടീച്ചർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആൻറ്റി, എല്ലാവർക്കും ആദ്യം നന്ദി അർപ്പിച്ചുകൊണ്ട് ഏറെ സന്തോഷകരമായ 2 കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറഞ്ഞിട്ട് വേണം പുറത്തോട്ട്. ഫ്ലക്സ് ഒക്കെ വച്ചു കഴിഞ്ഞു, എങ്കിലും ഞാൻ എഴുതിയ, ഞാൻ പാടിയ ഒരു ആൽബം സോങ്, ഞാൻ എഴുതിയ ഒരു ഭക്തിഗാന കാസറ്റും ഈ അടുത്ത ദിവസം റിലീസാവുകയാണ്. അതിൽ ആൽബം സോങ് റിലീസാവാൻ ഒരു 2-3 ആഴ്ച കൂടെ പിടിക്കും. തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യണമെന്നാണ് അതിൻ്റെ കോഓർഡിനേറ്റേഴ്സിന് ആഗ്രഹം. എൻ്റെ ഭക്തിഗാന കാസറ്റ് നാളെ വൈകുന്നേരം 8 മണിക്ക് കത്തിയൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ ഉദ്ഘാടനം ചെയ്യുക. ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ് ചെയ്യുന്നത്. കാസറ്റ് പുറത്തു വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള നടപടികളിലേക്ക് പോകും. അതിവിടെ തന്നെ പറയണമെന്ന് ആഗ്രഹിച്ചത്, ഞാൻ ഈ സ്കൂളിൽ വന്ന്, അതിനു മുമ്പ് കവിത എഴുതും, കവിത പാടുകയൊക്കെ ചെയ്യും. ഈ സ്കൂളിൽ വന്ന ആദ്യത്തെ വർഷം കാവ്യലക്ഷ്മി പുരസ്കാരം എന്നൊരു പുരസ്കാരം എന്നെ തേടിയെത്തി. എനിക്കിപ്പോൾ ഞാൻ ഭക്തിഗാന കാസറ്റ് ഇറക്കിയ കവിതയുടെ ആലാപനത്തിലും വരികളിലുമാണ് ആ അവാർഡ് എനിക്ക് കിട്ടിയത്. ആയിൽ ശ്രീ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. അന്ന് ഞാൻ വന്ന അവസരമായതുകൊണ്ട് ഇങ്ങനെ പറയുവാനൊക്കെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിട്ടി ഇങ്ങനെ പറയാൻ ഇത്രയും ധൈര്യമില്ല. അതേപോലെ തുടർന്നുള്ള ഈ വർഷം എൻ്റെ 2 പാട്ടുകൾ, ഞാൻ 2 പാട്ടുകൾ എന്ന് എടുത്തു പറയുമ്പോൾ ഞാനൊരു വനിതയാണ്. അപ്പോൾ വനിതയ്ക്ക് പരിമിതികളുണ്ടോ എന്ന് ചോദിക്കാം. ഈ കാലഘട്ടത്തിൽ വനിതകൾക്ക് പരിമിതി ഇല്ല എന്നാണ്. പക്ഷേ പെണ്ണേ നീ ഒരബലയാണെന്ന് മുന്നേ ആരോ ഒഴിഞ്ഞു. പെണ്ണേ പെണ്ണേ നീയൊരബലയാണെന്ന് മുന്നേ ആരോ ഒഴിഞ്ഞു. 4 കെട്ടിന്റെ അകത്തളത്തിൽ നിന്നെ ആരോ തളച്ചിട്ടുവെന്നോ. മൂടുപടത്തിനുള്ളിലെ മൂക സ്വപ്നമായി നീ മാറിയെന്നോ. മൂടുപടത്തിനുള്ളിലെ മൂക സ്വപ്നമായി നീ മാറിയെന്നോ. ഓരോ വിരൽ തുമ്പും മാറി മാറി ഈ
ജീവിത വീതിയിൽ നീ നടന്നോ. പെണ്ണിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും നമ്മൾ ബാല്യത്തിൽ മാതാപിതാക്കൾ, കൗമാരത്തിൽ വീണ്ടും മാതാപിതാക്കൾ, യൗവനത്തിൽ അയക്കുമ്പോൾ ഭർത്താവ്, പിന്നെ മരണം വരെ അവരോടൊപ്പമോ അല്ലെങ്കിൽ മക്കളോടൊപ്പമോ അല്ലേ ഒരു കൈവിരൽ തുമ്പും ചേർത്ത് പിടിച്ചിരിക്കും പെണ്ണിന് പുറം ലോകത്ത് ചില വിലക്കുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലേ. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ക്യാസറ്റ് 2 എണ്ണം മാത്രമാണെങ്കിൽ പോലും ഹൃദയത്തിൽ മറ്റാരുടെയും സന്തോഷം ഞാൻ പറയുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ ലോകത്തിൽ ഏറ്റവും വിജയം കൊയ്ത ഒരു സാധാരണക്കാരിയായ ഞാൻ, ഒരു സാധാരണ രക്ഷകർത്താക്കളുടെ മകളായ ഞാൻ, ഒരു സാധാരണ വീട്ടമ്മയായ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു മക്കളോട് പറയുന്നു, മഹാത്മയിൽ ഇരിക്കുന്ന ഈ ഓരോ മക്കളും നമ്മളെ കണ്ടു തന്നെ തുടങ്ങണം. നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കണം, രക്ഷകർത്താക്കൾ പറയുന്നത് അനുസരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ രക്ഷിക്കുവാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് സമയമില്ല. 1-2 കാര്യങ്ങൾ പാടാൻ തൊണ്ട വയ്യ. ഇന്ന് തത്തിയൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കവി സദസ്സൊക്കെ തൊണ്ടയൊക്കെ ആകപ്പാടെ വെട്ടുപോയി. എങ്കിലും ശ്യാം സാറിൽ നിന്ന് ഞാൻ തുടങ്ങുന്നു. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോഴിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം, മരമൊന്നൊലുത്തുവാൻ മോഹം അല്ലേ. ഇവിടെ എന്റെ രക്ഷകർത്താക്കൾ പലരും ആഗ്രഹിക്കുന്നല്ലേ, വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ അല്ല, നിങ്ങളുടെ കുരുന്നു ബാല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ഇരിക്കുന്നില്ലേ. പിന്നെ എന്താ, അപ്പോ അടരുന്ന കായ്മണികൾ പെറുക്കിക്കൂട്ടി അതിന്റെ കയ്പും പുളിപ്പും മധുരവും അനുഭവിക്കണമെങ്കിൽ ഒരു വട്ടം കൂടി നമ്മൾ പഠിച്ചൊരു പള്ളിക്കൂടത്തിലെത്തേണം. പള്ളിക്കൂടത്തിന്റെ മുറ്റത്തു നിന്നേറെ പൊട്ടിച്ചിരിച്ചിടണം, നമ്മൾ കഥകൾ പറഞ്ഞിടണം. ഇതിപ്പോ ഇവിടെ നിന്ന് ചെയ്താണ് കേട്ടോ. ഭഗവാൻ എനിക്ക് തന്ന ചില കഴിവുകളിൽ ഒന്നാണ് ഏറ്റവും വളരെ വിനയത്തോടെ പറയുന്നു. ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അങ്ങ് പറയാൻ കഴിയും, അതല്ലേ ഈ പറഞ്ഞത് സത്യമല്ലേ. അപ്പോ മഹാത്മ എന്ന് പറയുന്ന ഈ സ്കൂളിൽ ചില പ്രത്യേകതകളുണ്ട് അല്ലേ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ചെറിയൊരു പാർക്ക് വന്നു, അതിന്റെ വിപുലീകരണം ഉടനെ ഉണ്ടാവും ഇല്ലേ. നല്ല ഒരു കെട്ടിടം വച്ചെന്നു, ഇതൊന്നും നാം അങ്ങോട്ട് കൊടുത്തിട്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാം അങ്ങോട്ട് കൊടുക്കുന്നത്, നിങ്ങൾ തരുന്നത് നമുക്ക് ശമ്പളമാണ്. മേഡം നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യുന്ന നന്മയിലൊന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ സജിത ടീച്ചറിനോട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഇതിനകത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സമയം വളരെ വൈകിയെങ്കിലും അതിർവരമ്പുകൾ തീർത്തു നമ്മൾ, വേലിക്കെട്ടുകൾ തീർത്തു. അതിർവരമ്പുകൾ തീർത്തു നമ്മൾ, വേലിക്കെട്ടുകൾ തീർത്തു. എന്റേതെന്നു തിരിച്ചു നമ്മൾ, ഭൂവിനു തീരെഴുതിച്ചു. അതിർവരമ്പുകൾ തീർത്തു നമ്മൾ, വേലിക്കെട്ടുകൾ തീർത്തു. എന്റേതെന്നു തിരിച്ചു നമ്മൾ, ഭൂമിനു തീരെഴുതിച്ചു. അതിർവരമ്പുകൾ തീർത്ത് ഭൂമിക്ക് വേണ്ടി കെട്ടി തിരിച്ചതുപോലെ നമ്മൾ പലരും നമ്മുടെ കുഞ്ഞു മക്കളുടെ ജീവിത രീതിക്ക് വേണ്ടി കെട്ടി തിരിച്ചിരിക്കുന്നു ഇല്ലേ. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ശ്യാം സാറ് പറഞ്ഞതുപോലെ മാവിലും രാവിലും തോട്ടിലും അവിടെയും ഇവിടെയും ഒക്കെ ചാടി മറിഞ്ഞും കല്ലെറിഞ്ഞും ഗുരുക്കന്മാരുടെ തല്ലുമേടിച്ചും പഠിച്ചും അവരെ ഭയന്ന് രക്ഷകർത്താക്കളെ അനുസരിച്ച് ആണവം ഇടവിടാതെ നാം നടന്നത് കൊണ്ടാണ് ഇതുപോലെയൊക്കെ നിൽക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നതല്ലേ. പക്ഷെ നമ്മളോ നമ്മുടെ മക്കളെ ചില സാഹചര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന മനഃപൂർവ്വം ചെയ്യുന്നതല്ല,
അങ്ങോട്ട് ഇറങ്ങരുത്, അവിടെ പോകരുത്, അവരോട് മിണ്ടരുത്, അവരോട് സംസാരിക്കരുത്, അത് ചെയ്യരുത്. കൂട്ടിലടച്ചൊരു കിളിയെ പോലെ ബാല്യം നമ്മൾ വരുത്തി, കൂടെ കൂടാനില്ലാതെ അവർ കൂട്ടിനകത്തു മറഞ്ഞു. കൂട്ടിനടച്ചൊരു കിളിയെ പോലെ ബാല്യം നമ്മൾ തളച്ചു, കൂടെ കൂടാനാളില്ലാതെ ഏകരായി നടന്നു, ഏകരായി നടന്നു. സ്നേഹിക്കാനോ സമയമില്ല, ഫോണിൽ കുത്തും നമ്മൾ. കാര്യങ്ങൾ ഒന്നറിയാതെ നാം തിരിഞ്ഞു നോക്കാതെ, എങ്ങോട്ടെന്നറിയാതെ പായും നമ്മൾ മറക്കുന്നു. പുതുതലമുറയെ നമ്മൾ വെറുക്കുന്നു. മാറ്റി നിർത്തും ഇടങ്ങളിൽ നിന്നവരാകലുന്നു. പോകാൻ വഴികൾ ഏറെയുണ്ടവർ തേടിപ്പായുന്നു, അവർ തേടിപ്പായുന്നു. കണ്ടവരൊക്കെ കൂട്ടുകാരായി ചേർത്തു പിടിക്കുന്നു, കണ്ടവരൊക്കെ കൂട്ടുകാരായി ചേർത്തു പിടിക്കുന്നു. ഇല്ല ചതിയുടെ കഥകൾ ചൊല്ലി മോഹിപ്പിക്കുന്നു, അവർ താളം തെറ്റുന്നു. ഇല്ല കഥയുടെ ചതികൾ കാട്ടി മോഹിപ്പിക്കുന്നു, അവർ വഴികൾ മറക്കുന്നു. ബാല്യം എങ്ങോ പതറി പതറി വേച്ചു നീങ്ങുന്നു. ലഹരികളുടെ അടിമകളായവർ താഴെ വീഴുന്നു, ലഹരികളുടെ അടിമകളായവർ താഴെ വീഴുന്നു. പാടില്ല നാം ഉണരണമെന്നും ഉണർന്നിടേണം, ചേർത്തു പിടിച്ചു പഴങ്കഥകൾ ചൊല്ലിക്കൊള്ളേണം, നെഞ്ചോടൊട്ട് നിർത്തേണം, കഥകൾ പറയണം. ഇതിഹാസത്തിൻ കേടുകൾ മെല്ലെ നിങ്ങൾ മറിക്കേണം. പഴയ കഥകൾ പറഞ്ഞു ചൊല്ലി പാഠം നുകരണം, നിങ്ങൾ നേർവഴിയാക്കേണം. ഇത്രയും വരികളിലുണ്ട് എൻ്റെ കാര്യം. ഇനി ഒരു കാര്യം പറയാം, ഇതിൽ യാതൊരു പൊളിയുമില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, എൻ്റെ മക്കൾ, വിശിഷ്യ എൻ്റെ കൂടെ ഇരിക്കുന്നവർ, ഇത്രയും വരികൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ചൊല്ലിയതാണ്. എൻ്റെ മനസ്സിൽ വന്ന വരികളാണ് ഞാൻ ചൊല്ലിയത്. ഒരു വരിയും എനിക്കിനി ചോദിച്ചാൽ പറയാൻ കഴിയില്ല, സത്യമാണ്. സരസ്വതി ദേവിയാണ് എൻ്റെ ചുണ്ടിലും എൻ്റെ നാവിലും എൻ്റെ മനസ്സിലുമുള്ളത്. അതുകൊണ്ട് അത് കള്ളം പറയാൻ പാടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അപ്പോ ഇത്രയുമൊക്കെ ചൊല്ലുമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങിയത്. സമയം കടന്നു പോകുന്നു. സമയമില്ലാത്തൊരു സമയത്തു നിങ്ങളെ കൂടെയെത്തുവാൻ കഴിഞ്ഞതും, ഇത്തിരി നേരം പറയുവാനും കഥ ചൊല്ലുവാനും കഴിഞ്ഞതും ഏറെ സന്തോഷം, ഏറെ സന്തോഷം, ഏറെ ആമോദമല്ലോ. ഇനി വരും കാലങ്ങളിലും നിങ്ങളും ഞാനും ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. മേഡം, അതുപോലെ മറ്റു ടീച്ചേഴ്സ്, മറ്റേ വേദിയിലിരിക്കുന്നവർ എല്ലാം നമ്മോടൊപ്പം ഉണ്ടാകുകയും ഇനി വരുന്ന സ്കൂൾ തുറപ്പിൽ അതിന് മുമ്പ് പുതിയ കുട്ടികളെ ചേർത്ത് പിടിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എന്നെ പോലുള്ളവർ, സത്യ ടീച്ചറിനെ പോലുള്ളവർ, സന്ധ്യ ടീച്ചർ പോലെ, സഹന ടീച്ചറിനെ, മനോജ് ടീച്ചർ പോലെ ഉള്ളവർ, പേര് പരശ്രീകര ടീച്ചർ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെയുണ്ട് എന്ന് നിങ്ങളാണ് നമുക്ക് പരസ്യമൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് നമ്മുടെ സന്മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടും കണ്ടും മറ്റുള്ളവരോട് പറയുമ്പോൾ വലിയ വലിയ പള്ളിക്കൂടങ്ങൾ തേടി പോകുന്നവർ പലരുണ്ടെങ്കിലും ചെറിയ ചെറിയ നിങ്ങളുടെ വാക്കുകൾ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ നമ്മളെ നിലനിർത്താനും നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ക്ഷമിച്ചു നന്ദി പറഞ്ഞു. താങ്ക് യു.